Hi friends, welcome back to my channel. It's me PRAMEESHA. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാഷൻ ടെക്നിക്കൽ ടേംസ് ഓവർലാപ്പിംഗ് വരെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ ഫാഷൻ ടെക്നിക്കൽ ടേംസ് വരുന്നുണ്ട്. അത് ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ ഓർഡർ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം വരുന്നത് വെൽറ്റ് ആണ്. പോക്കറ്റിൻ്റെ ഓപ്പണിങ്ങിൽ പ്രത്യേകം ഫ്ലാപ്പ് ഓർ സ്ട്രിപ്പ് വയ്ക്കുന്നതിനെ വെൽറ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് സ്ലിറ്റ്. ലൂസിനും ഡെക്കറേഷനും വേണ്ടി ചെയ്യുന്ന ലെങ്തി ഓപ്പണിംഗ് ആണ് സ്ലിറ്റ്. അടുത്തത് ടേണിങ്സ്. വസ്ത്രങ്ങളുടെ താഴ്വശം മടക്കി തയ്ക്കുന്നതിന് ലീവ് ചെയ്തിരിക്കുന്ന ഭാഗത്തെയാണ് ടേണിങ്സ് എന്ന് പറയുന്നത്. ദെൻ ആൾട്രേഷൻ. വസ്ത്രം യുക്തമായ രീതികളിലൂടെ കൺസ്യൂമറിന് കൂടുതൽ കംഫർട്ടാക്കി തീർക്കുന്ന പ്രക്രിയയാണ് ആൾട്രേഷൻ. നെക്സ്റ്റ് ക്രോച്ച് പോയിൻ്റ്. രണ്ട് കാലുകളും തമ്മിൽ കൂടിച്ചേരുന്ന വസ്ത്രഭാഗത്തെ ക്രോച്ച് പോയിൻ്റ് എന്ന് പറയുന്നു. ദെൻ സീറ്റ്. ഹിപ്പിന് താഴെയായി ശരീരത്തിൻ്റെ ഏറ്റവും വണ്ണം കൂടിയ ഭാഗത്തെ സീറ്റ് എന്ന് പറയുന്നു. അടുത്തത് ഫ്ലൈ. ഷോർട്സ്, ട്രൗസേഴ്സ് എന്നിവയുടെ ഫ്രണ്ട് പോർഷനിലെ ഓപ്പണിങ്ങിനെ ഫിനിഷ് ചെയ്യാൻ പിടിപ്പിക്കുന്ന ഭാഗമാണ് ഫ്ലൈ. നെക്സ്റ്റ് നോച്ചസ്. പേപ്പർ പാറ്റേൺ ഉപയോഗിച്ച് കട്ട് ചെയ്ത വസ്ത്രഭാഗങ്ങളിൽ സീം അലവൻസ്, ഡാർട്സ്, പ്ലീറ്റ്സ്, ടക്സ് മുതലായവയുടെ അളവും സ്ഥാനവും ഇരുവശങ്ങളിലും ഒരുപോലെ ലഭിക്കുന്നതിനായി വി ആകൃതിയിൽ കട്ട് ചെയ്ത് അടയാളപ്പെടുത്തുന്നതാണ് നോച്ചസ്. ഇതിനായി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് നോച്ചർ. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇപ്പോൾ സ്യൂയിങ്ങിൻ്റെ PSC എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ കേട്ടിട്ട് എഴുതുന്നവർക്കും എപ്പോഴും വരാറുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അടുത്തത് വെൻറ്റ്. കോട്ടിൻ്റെ വശങ്ങളിലോ പുറകിലോ നൽകുന്ന ഓവർലാപ്പ്ഡ് ഓപ്പണിംഗ് ആണ് വെൻറ്റ്. ബാൻഡ്. വേസ്റ്റിൽ താഴോട്ട് നിൽക്കുന്ന വസ്ത്രങ്ങളെ, അതായത് ഷോർട്ട്സ്, സ്കേർട്സ്, ട്രൗസേഴ്സ് ശരീരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനായി ഉപയോഗിക്കുന്ന സ്ട്രിപ്പിനെയാണ് ബാൻഡ് എന്ന് പറയുന്നത്. ഫ്ലാപ്പ്. പോക്കറ്റ് അടഞ്ഞു നിൽക്കുന്ന വിധം പോക്കറ്റിന് മുകളിലായി സ്റ്റിച്ച് ചെയ്ത് ചേർക്കുന്ന ഭാഗമാണ് ഫ്ലാപ്പ്. ഡമ്മി. ഫിനിഷ് ചെയ്ത വസ്ത്രം ഡിസ്പ്ലേ ചെയ്യുന്നതിന് ഹ്യൂമൻ ബോഡിയുടെ ഷേപ്പിൽ നിർമ്മിക്കുന്ന സ്ട്രക്ചറിനെയാണ് ഡമ്മി എന്ന് പറയുന്നത്. ഡ്രസ് ഫോം. ഡ്രസ് ഫോമിന് മാനിക്കിൻസ് എന്നും പറയും കേട്ടോ. സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്സ് പ്രകാരം ക്യാൻവാസ്, സ്പോഞ്ച്, കമ്പി എന്നിവ ഉപയോഗിച്ച് ഹ്യൂമൻ ബോഡിയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്ന സ്ട്രക്ചറിനെയാണ് ഡ്രസ് ഫോം എന്ന് പറയുന്നത്. ഡ്രസ് ഫോമിൽ വെച്ചാണ് തുണി ഡ്രേപ്പ് ചെയ്ത് അളവുകൾ അടയാളപ്പെടുത്തി അതിൽ നിന്നും കൃത്യമായ പാറ്റേൺ നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത വസ്ത്രത്തിൻ്റെ ഫിറ്റിങ്സ് ഉറപ്പുവരുത്തുന്നതും. ഓക്കെ, അപ്പോൾ ഫാഷൻ ടെക്നിക്കൽ ടേംസ് ഇത്രയൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് 3 ഫാഷൻ തിയറി ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ എംബ്രോയ്ഡറി ഡിസൈൻ എങ്ങനെയാണ് തുണിയിലേക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ എത്ര പേര് ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്നെ, അതായത് ഒരു ഓൾഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അവൾ ഇടയ്ക്ക് വെച്ച് കുറച്ച് പഠിച്ച് പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോയതായിരുന്നു. അപ്പം അവളെനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നു. ഞാനിങ്ങനെ എംബ്രോയ്ഡറി ക്ലാസ് ചെയ്യുന്നത് തിയറിയൊക്കെ അതുപോലെ എഴുതി വെച്ച്. അപ്പോൾ ഒരാൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. കാരണം നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ വെച്ചിട്ട് ഇപ്പം ഒരു 4 പിള്ളേരെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ വർക്ക് സ്വന്തമായിട്ടൊക്കെ ചെയ്യാനൊക്കെ ഇപ്പം എന്തായാലും ഇപ്പോൾ ഈ ഒരു ക്ലാസ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. കാരണം ഇപ്പോൾ ഏത് നിങ്ങളിപ്പോൾ MSc ഫാഷൻ ഡിസൈനിങ് ചെയ്താലും ഏത് BSc ചെയ്താലും തന്നെ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം വേണം. കാരണം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ BSc കഴിഞ്ഞ MSc കഴിഞ്ഞ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒരു ചുരിദാർ അവർക്ക് സ്റ്റിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ബ്ലൗസിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നൊന്നും അവർക്ക് അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി പഠിച്ചു പോയതുകൊണ്ടായിട്ടില്ല. നമുക്ക് പഠിച്ചതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.